ഈ പെൺകുട്ടി ഒരു നായയുടെ മുന്നിൽ വെച്ച് തന്റെ ഷർട്ട് ഉയർത്തിക്കാട്ടി ആ നായ ഒരു മനുഷ്യനായി മാറുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ ആ നായ അവളെ നോക്കി വെറുതെ നിൽക്കുകയായിരുന്നു. ഭാവിയിൽ എല്ലാ മനുഷ്യർക്കും 18 വയസ്സാകുമ്പോൾ സൂപ്പർ പവറുകൾ ലഭിക്കുമായിരുന്നു. ചിലർക്ക് പറക്കാനും ടാക്സിയായി ജോലി ചെയ്യാനും കഴിയുമായിരുന്നു. മറ്റു ചിലർക്ക് വെറും കൈകൾ കൊണ്ട് തീ സൃഷ്ടിക്കാനും സാധിക്കുമായിരുന്നു. നഗരം മുഴുവൻ സൂപ്പർ ഹ്യൂമന്മാരാൽ നിറഞ്ഞതായിരുന്നു. പക്ഷേ ഈ പെൺകുട്ടി അങ്ങനെയല്ലായിരുന്നു. അവൾക്ക് 25 വയസ്സായിട്ടും അവൾക്ക് അവളുടെ സൂപ്പർ പവർ എന്താണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇത് അവൾക്ക് മറ്റുള്ളവരുമായി ഒത്തുചേരാൻ ബുദ്ധിമുട്ടുണ്ടാക്കി. ആളുകളെക്കൊണ്ട് സത്യം പറയിപ്പിക്കാനുള്ള കഴിവ് ഇന്റർവ്യൂവർക്കുണ്ടായിരുന്നതുകൊണ്ട് അവൾക്ക് ജോലി പോലും ലഭിച്ചില്ല. അവളുടെ സഹോദരിയുടെ 18ാം പിറന്നാൾ പാർട്ടിയിൽ അവളുടെ സഹോദരിക്ക് എന്ത് സൂപ്പർ പവർ ആയിരിക്കും ലഭിക്കുക എന്ന് കാണാൻ കുടുംബം ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ അവളുടെ സഹോദരിക്ക് ഒന്നും അനുഭവപ്പെട്ടില്ല. TV ഓൺ ചെയ്യാൻ അമ്മ അവളോട് പറഞ്ഞു. പക്ഷേ അത് നടന്നില്ല. തുടർന്ന് അവളുടെ മനസ്സ് വായിക്കാൻ അച്ഛൻ അവളോട് ആവശ്യപ്പെട്ടു. പക്ഷേ അതും ഫലിച്ചില്ല. ഈ ലോകത്തിപ്പോൾ സൂപ്പർ പവർ ഇല്ലാത്തത് തനിക്ക് മാത്രമല്ല എന്നോർത്ത് അവൾ പുഞ്ചിരിച്ചു. എന്നാൽ കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം അവളുടെ സഹോദരി പെട്ടെന്ന് ഫ്രിഡ്ജിന്റെ വാതിൽ അനായാസം തകർത്തു. അവൾക്ക് സൂപ്പർ സ്ട്രെങ്ത് ഉണ്ടെന്ന് മനസ്സിലായി. അമ്മ അതിലിരിക്കുമ്പോൾ തന്നെ ഒറ്റക്കൈകൊണ്ട് സോഫ ഉയർത്താൻ പോലും അവൾക്ക് കഴിഞ്ഞു. അന്ന് രാത്രി ആ പെൺകുട്ടി ഒരു സെൽഫി എടുക്കാൻ ശ്രമിച്ചപ്പോൾ അവളുടെ പൂച്ച പെട്ടെന്നൊരു മനുഷ്യനായി മാറി. ഇത് തന്റെ സൂപ്പർ പവർ ആണെന്ന് അവൾ കരുതി.